രാത്രിയിൽ അമ്മ വെള്ളമൊക്കെ തിളപ്പിക്കുന്നുണ്ടല്ലോ. അമ്മ എന്നാ പരിപാടി? നമ്മളിപ്പോ എറണാകുളത്ത് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് രാത്രിയായില്ലേ. അതെ, അപ്പൊ നമ്മുടെ റീവൂട്ടിന് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയാണ് പണിയടാ. അണ്ട കൊടുക്കണമേ. റീവൂട്ടിന് ഏറ്റവും ഇഷ്ടം റാഗി കൊണ്ടുള്ള എന്തെങ്കിലും സാധനം കേട്ടോ. ഒന്നേ കുറുക്ക് അല്ലെങ്കിൽ അതുകൊണ്ട് അട ഉണ്ടാക്കി കൊടുത്ത അട തിന്നും, ദോശ ഉണ്ടാക്കി അത് തിന്നും, അങ്ങനെ എന്താണേലും കഴിച്ചു കൊടുക്കും. അതെ, ഇപ്പൊ റീവൂട്ടിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. അവരിപ്പോ റാഗി കഴിക്കുന്ന സാധാരണ. നമ്മളിവിടെ വന്നപ്പം പൊൻകതിറിന്റെ സ്പ്രൗട്ടഡ് റാഗി പൗഡർ അല്ലെ, മുളപ്പിച്ച റാഗിപ്പൊടി, അതുകൊണ്ട് അമ്മ നല്ല കിടിലൻ റാഗി കുറുക്കുണ്ടാക്കുവാണ് കേട്ടോ അല്ലെ. കുറുക്കുണ്ടാക്കാം. ഇനിയിപ്പോ നേരെ പോയത് നമുക്ക് എളുപ്പം കുറുക്കുണ്ടാക്കാനാണ്. അതുകൊണ്ട് കുറുക്കുണ്ടാക്കും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കി കാണിച്ചു തരാം അല്ലേ. പിള്ളേരുള്ളവരൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അല്ലെ. തീർച്ചയായിട്ടും പിള്ളേരുള്ളത് ഇത് വാങ്ങിച്ച് വീട്ടിൽ നിങ്ങൾ വെക്കണം കേട്ടോ. ഇത് മുളപ്പിച്ച റാഗിനെയാണേ. അതുകൊണ്ട് നല്ല ഗുണമുള്ളതാണ്. എങ്ങനെയാ ഉണ്ടാക്കണേ? ഞാനൊരു 3 സ്പൂൺ പൊടി പാത്രത്തിൽ എടുത്തു കേട്ടോ. ഇനി ഇതിനകത്തോട് ഒന്നെങ്കിൽ പനം കൽക്കണ്ടം അല്ലെങ്കിൽ ഇത് കരിപ്പെട്ടിയാ കേട്ടോ. ഞാൻ ഇച്ചിരി കരിപ്പെട്ടിയായിരുന്നേ. അതുകൊണ്ടോ ഒരു പറഞ്ഞു തന്നില്ല. അതെ, റീവൂട്ടം വരുന്നുണ്ട്. റീവൂ റെഡിയാക്കി തരാണോ എനിക്ക്? ഞാൻ കരിപ്പെട്ടി ഇട്ടു. എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് ഒരു ചെറുതുണ്ടോ ഒരു ഇത്രയും നെയ്യും കൂടി ഇട്ടു കേട്ടോ. ഇത് അമ്മയുടേതായിട്ടുള്ള റെസിപ്പിയിലാട്ടോ ഉണ്ടാക്കുന്നത് അല്ലേ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധനമൊക്കെ ചേർത്ത് എന്നിട്ട് ഞാൻ ഇത് പാലാട്ടോ. ചെറു ചൂടുള്ള പാലാണേ. പാലിനകത്തോട്ട് ഒഴിക്കും. പാല് തന്നെയല്ല, കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കും കേട്ടോ. അതിന് ചൂടുപാലും ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കും. ഇപ്പൊ എന്തായാലും ചൂട് പാലിലും വെള്ളത്തിലൊക്കെ ചേർക്കാറുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാവേ. നമ്മള് പനം കൽക്കണ്ടമൊക്കെ ചേർത്തല്ലേ. നന്നായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒരു ചെറു തീയില് നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് അല്ലെ, 10-12 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ചെറിയ തീയിലൊന്ന് കുറുക്കിയെടുത്താൽ മതി. സംഭവം റെഡി അല്ലെ. അവസാനം കാണിച്ചു തരാം അല്ലേ. ചൂടാക്കി എടുക്കാം കേട്ടോ. 10 മിനിറ്റത്തെ കേസുള്ളൂ. സംഭവം ഇപ്പൊ കുറുകി വരെ കുറുകി വരുന്നുണ്ടല്ലേ അല്ലേ. അങ്ങനെ നമ്മുടെ സംഭവം കുറുകി വന്നിട്ടുണ്ട്. പാകത്തിന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ആറി കഴിയുമ്പോ നമുക്ക് ബൗളിലേക്ക് മാറ്റിയിട്ട് റീവൂട്ടിന് കൊടുക്കാം. അവനുള്ള ഡിന്നർ റെഡി ആയിട്ടോ. അങ്ങനെ നമ്മുടെ റീവൂട്ടൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ. TV കണ്ടോണ്ട് കഴിക്കുന്നുണ്ട്. ഞങ്ങള് ഹാപ്പി. സൂപ്പർ സാധനം അല്ലേ. അടിപൊളി. എന്നാ ശരിയാണോ? ഓക്കെ.